സന്തോഷമുള്ളവരും കരപത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇനി 8 മിനിറ്റ് മുതലുണ്ട്. പെട്ടെന്ന് അവൻ ഒന്നിന്റെ കാര്യങ്ങൾ മാത്രം ഈ മാസത്തെ ചിന്തയെ കുറിച്ച് പറഞ്ഞ് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ മാസത്തിന്റെ ആരംഭത്തിൽ ഞങ്ങള് രാജസ്ഥാനില് ബാൻസ്വാഡ എന്നുള്ള സ്ഥലത്തായിരുന്നു, ബാൻസ്വാഡയിലായിരുന്നു. അവിടെ വെച്ചാണ് ഉപവാസ പ്രാർത്ഥനയിലായിരുന്നാല് ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി ദൈവം തന്ന വചനമാണ്. അവൻ വിശുദ്ധിയെ തികച്ചു ജീവിപ്പാൻ അവൻ നമുക്ക് ഹിൻഡ്രൻസ് ആയിത്തീരുന്ന ഒരു കാര്യമാണ് ഹാർഡ് ആൻഡ് ഹാർട്ട്, കഠിന ഹൃദയം. അതിനുള്ള ബന്ധത്തില് സാം 95 നിന്നാണ് ദൈവം സംസാരിച്ചത്. നിങ്ങൾ എടുത്തായിട്ട് സാം 95 8th വേഴ്സ് മുതൽ ഒന്ന് വായിക്കാം. 8th വേഴ്സ് ഡൗൺ. അവൻ സാം 95 8 മുതൽ താഴോട്ട് പറഞ്ഞു നിർത്തുക, പ്രസംഗിക്കുന്നില്ല. അവൻ വായിച്ചാട്ട് 95 സങ്കീർത്തനത്തിന് 8ാം വാക്യം മുതൽ ഒന്ന് വായിച്ചു. എടുത്തോട് വായിക്കാം. Do not harden your hearts as you did at Meribah, as you did at that day in Massa in the wilderness. അതുകൊണ്ട് മരുഭൂമിയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്തത്? കഠിനമാക്കരുത്. Where your ancestors tested me. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ എന്ത് ചെയ്തു? ശോധന ചെയ്തു, പരീക്ഷിച്ചു. They tried me though they had seen what I did. നോക്കണം, they tried me even though they had seen what I have done. യഹോവയുടെ പ്രവൃത്തികളെ കണ്ടിട്ടും അവരെന്നെ, എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും അവരെന്നെ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തികളെ ഓർക്കുന്ന അൺബലീവബിൾ വർക്കാ. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ 10 ബാധകള് ഫറോയുടെ മേൽ അഴിക്കുന്ന കണ്ടാൽ അമ്പലക്കുന്നതാണ്. അവർ പാർക്കുന്ന ദേശത്ത്, ഗോഷൻ ദേശത്ത് ഒരു അപകടവും ഇല്ല. പക്ഷേ ശത്രുവിന്റെ മേൽ ദൈവത്തിന്റെ ബാധ, അതിനുശേഷം ചോരത്തളിക, കടിഞ്ഞൂൽ സംഹാരം, ഇതൊക്കെ അവർ കണ്ണി കണ്ടതാ. എന്നിട്ട് അവരെ പുറപ്പെടുവിക്കുന്നത് മുമ്പില് അവസരം, അവരുടെ മേൽ മേഘസ്തംഭം, മുമ്പിൽ രാത്രി അഗ്നിത്തൂണ്, പിന്നെ ചെങ്കടല് പിളർന്നത്, ഫറോനെയൊക്കെ ഇതൊക്കെ കണ്ണു തെളിക്കുന്ന മിറക്കിൾസ് കണ്ടതാ. എത്ര നാൾ കണ്ടെന്നാ പറയുന്നത്? 40 വർഷം, 40 years കണ്ടിട്ട് അവരെന്നെ എന്ത് ചെയ്തു? ടെംപ്റ്റ് ചെയ്തു, ദൈവത്തെ പരീക്ഷിച്ചു. അപ്പൊ നമ്മൾ ഈ മിറക്കിൾ നോക്കി ഒത്തിരി പേരോട് ഞാൻ പറയാം, മിറക്കിൾ ഉണ്ടെന്നും ഞാൻ നിങ്ങൾ നന്നാകണമെന്നില്ല. എത്ര മിറക്കിൾ കണ്ടാലും എന്ത് ചെയ്യും? ശങ്കരം പിന്നെയും തന്നില്ല. ഹൃദയ കാഠിന്യം എപ്പോഴും വരുമ്പോൾ പറയാൻ കർത്താവ് ഒരു നുറുക്കമുള്ള ഹൃദയം, എപ്പോഴും തേങ്ങുന്ന കരയുന്ന ഒരു ബ്രോക്കൺ ഹാർട്ട്, ഒരു കൺട്രൈറ്റ് സ്പിരിറ്റ് വരുമ്പോൾ കർത്താവെ തകർന്നു നോക്കിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ചെയ്തില്ല. ശുദ്ധാരംഭ സന്ധ്യ ദിവസം നീ വരുമ്പോൾ തന്നെ നുറുക്കത്തോട് കണ്ണീരോട് കർത്താവെ സ്പീക്ക് ടു മീ, എന്റെ ഹാർഡ് ആൻഡ് ഹാർട്ടിനെ മാറ്റിലെന്ന് കരച്ചുകൊടുന്നാല് ഇവിടെ പറയുന്നു 40 ആണ്ട് എന്റെ പ്രവൃത്തി കണ്ടിട്ടും അവരെന്നെ എന്ത് ചെയ്തു? ശോധന ചെയ്തു. അടുത്ത വാക്യം. For 40 years I was angry with that generation. 40 വർഷം I was angry. നോക്കണം, അവരെ നടത്തുന്നുണ്ട്, കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. എന്റെ വിചാരം, നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്നു, അതിന്റെ അർത്ഥം ദൈവം നിന്നോട് ഹാപ്പിയാന്നല്ല. He's so mad at you. എത്ര വട്ടം ദൈവശബ്ദം കേട്ടാലും തിരിച്ചറിയാതെ, ദൈവത്തോട് അടുത്ത് വരാതെ നീ നിന്റേതായ തോട്ട് പാറ്റേണിൽ പോകുമ്പോൾ God is so much angry at you. ശരിയാ, നിന്നെ നടത്തുന്നുണ്ട്, മന്ന തരുന്നുണ്ട്, കാടപ്പക്ഷി തരുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. 40 വർഷം വരെ നടത്തി. പക്ഷെ ദൈവം പറയും 40 വർഷവും ഈ ജനത്തോട് എനിക്കെന്തായിരുന്നു? സോ മച്ച് ആംഗ്രി. ഇന്ന് പകൽക്കാലം പറയുന്ന കർത്താവേ, എനിക്കൊരു കൺട്രൈറ്റ് സ്പിരിറ്റ് ഇതാ, ബ്രോക്കൺ ഹാർട്ട് ഇതാ, മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ കാണാൻ, ദൈവത്തിന് ഇഷ്ടമില്ലാതെ നടക്കുന്ന വഴികളെ തിരിച്ചറിയാൻ എനിക്കൊരു കൃപ. ബിക്കോസ് ഐ വാണ്ട് ടു പ്ലീസ് യു. മനുഷ്യനെ പ്ലീസ് ചെയ്യാനല്ല ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചവനെ. I said there are people whose hearts go astray. അതുകൊണ്ട് അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും. അടുത്തത്, and they have not known my ways. എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. അങ്ങനെ വരല്ലേ? Know his ways. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഏത് സംഭവങ്ങളാണെങ്കിലും എന്റെ കർത്താവിന്റെ വഴികൾ, നീ അവനെ ഒന്ന് ലിസൺ ചെയ്യാൻ, നീ അവനെ ഒന്ന് ശ്രദ്ധിച്ച് അവന്റെ വചനം ആരാഞ്ഞറിഞ്ഞിട്ട് അവന്റെ വഴികളിൽ നീ നടക്കാൻ ദൈവം അനുവദിച്ചതല്ലാതെ ഒരൊറ്റ പ്രവൃത്തികളും ഇന്ന് പകല് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെന്ന് ആത്മാവ് പറയുന്നു. ഉടമനകസന്ധരെ സംഭവങ്ങൾ വരുമ്പോൾ നീ ശ്രദ്ധിച്ച് കേട്ടാ മതി. അവന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും പറഞ്ഞു. അവസാനത്തെ വാക്യം ഒത്തിരി സ്കേറിയ. So I declared on oath in my anger. എന്റെ കോപത്തിൽ ആണയിട്ട് സത്യം ചെയ്തു. എന്തുവാ? They shall never enter my rest. എന്റെ സ്വസ്ഥത അവർക്ക് കിട്ടില്ല. അങ്ങനെ ആകല്ലേ. ഇത് ആരെ കുറിച്ച് നമ്മൾ വിചാരിക്കും? സാധാ മനുഷ്യരെ കുറിച്ചല്ല, ദൈവമക്കളെ കുറിച്ചാണ് പറഞ്ഞത്. ചോരത്തലിക ആചരിച്ച് രക്ഷിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് സ്നാനം വിട്ട് മോശയോട് ചേർന്നവരെ, ഫറവോനെയും കൂട്ടരെ കുറിച്ചല്ല പറഞ്ഞത്.
If you are a child of God, if you believe that you are a child of God, നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മോശയെക്കുറിച്ച്, മോശയെക്കുറിച്ച്. കാരണം ഞങ്ങൾ ഇന്നലെ വായിച്ചു കേട്ടു, അവർ തിരിച്ച് മരുഭൂമിയിലേക്ക് വിട്ടപ്പോൾ കലഹജലത്തിലെത്തി. വീണ്ടും ജനത്തിലെ കൂടി മിരിയാം മരിച്ചു കഴിഞ്ഞ ശേഷം കുടിക്കാൻ വെള്ളമില്ല, ജനം കണ്ട് ബഹളം വെച്ചു. ഇതിനു മുമ്പുണ്ടായ ഒരു സംഭവം, അന്ന് ദൈവം പറഞ്ഞു പാറ അടിച്ചു പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ബൈബിൾ പറയുന്ന ആ പാറ ആരായിരുന്നു? ക്രൈസ്റ്റ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എല്ലാം ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഷാഡോ, അതെടുത്ത് പഠിച്ചാലേ തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട്? ഓൾഡ് ടെസ്റ്റ്മെന്റ് റിച്വലിസ്റ്റിക് വേ ഓഫ് വർഷിപ്പിലേക്ക് പോകല്ലേ. അത് ഹീബ്രൂസ് പഠിക്കുമ്പോൾ പറയാം അത് ഒബ്സൊലീറ്റഡ്. You will go and dwell and do it and expect a blessing from the Lord. No, that's obsoleted. പഴയ പൗരോഹിത്യം, it's obsoleted. ക്രൈസ്ത പ്രീസ്റ്റ് വന്നു കഴിഞ്ഞു, ഹൈ പ്രീസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം പൗരോഹിത്യം ഇനി ഇല്ല. I'm just declaring by the word of God. എന്താ പറയുക? ദൈവം എന്നെ നിങ്ങളെ എന്താക്കി? രാജകീയ പൗരോഹിത്യം എലിമിനേറ്റ് ചെയ്തു. അവിടെ ക്രൈസ്റ്റിന്റെ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ഏറണിക് പ്രീസ്റ്റ്ഹുഡ് അല്ല. ഏറണിക് പ്രീസ്റ്റ്ഹുഡ് സ്റ്റോപ്പ് ചെയ്തു. സക്കറിയ കഴിഞ്ഞിട്ട് അടുത്ത കൂറിലോട്ട് പോകേണ്ടത് ജോണാ വരേണ്ടത്. He did not even go to the temple of the Lord. So it stopped, cut off. എന്നിട്ട് യേശു മരിക്കുമ്പോൾ നിങ്ങൾ കാണും തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ. ഇനിയും വേണ്ട ഒരു വിശുദ്ധ സ്ഥലം, ഇനി ഒരു പ്രീസ്റ്റ് വേണ്ട. അതിനെ എവിടെ എത്തിക്കാനാണ്? ഈ ഗ്ലോറി അല്ലെങ്കിൽ ഷെക്കീന ഇറങ്ങി വരുന്ന ത്രോൺ ഓഫ് ഗ്രേസ് എത്തിക്കാൻ ഇനിയൊരു പ്രീസ്റ്റ് നിനക്ക് വേണ്ട. ഞാൻ നിന്നെ പ്രീസ്റ്റ് ആക്കുക. എന്റെ മരണത്തിൽ കൂടി എന്റെ ദേഹം എന്ന തിരശ്ശീല കീറി നിന്നെ ഹോളിയാക്കുക. അതുകൊണ്ട് എനി ടൈം യു കൻ അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ്. അതുകൊണ്ട് ഏതു നേരത്തും കൃപാസനത്തോട് അടുത്ത് വരാൻ. അങ്ങനെ നമ്മുടെ പുരോഹിതന്മാരായി. പിന്നെ ആകെപ്പാട് ഒറ്റ ഹൈ പ്രീസ്റ്റോട്, വേറൊരു തിരുമേനിയില്ല കേട്ടോ. ഇനിയും വേറൊരു തിരുമേനിയില്ല. ഹൈ പ്രീസ്റ്റ് മുമ്പ് പോയി. ആ ഹൈ പ്രീസ്റ്റ് ഏറണിക് പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതല്ല, പ്രീസ്റ്റ്ഹുഡ് ഓഫ് മൽക്കിസദേക്കിന്റെ. നിങ്ങൾ പോയി ഹീബ്രൂസ് വായിക്കുമ്പോൾ പറയും ഒബ്സൊലീറ്റ് ചെയ്തെങ്കിൽ പഴയത് ഒബ്സൊലീറ്റ് ചെയ്ത് പഴയ പരിപാടിയിലേക്ക് തിരിച്ചു പോകല്ലേ. ഇന്ന് ഞാൻ ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ക്വാളിറ്റിയുടെ അവൻ പ്രൊഫഷൻ എന്ന് പറയും. ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് റിവൈസ്ഡ് ആകും. നിങ്ങളുടെയൊക്കെ ജോലിയിൽ പ്രോസസ്സ് പുതുതാകും. റിവിഷൻ വരുമ്പോൾ പഴയ പ്രോസസ്സ് വെച്ച് ചെയ്താൽ അത് വലിയ ഗിൽട്ടാ, അത് വലിയ പ്രോബ്ലം. യു കനോട്ട് യൂസ് ഓൾഡ് റിവിഷൻ ഓഫ് പ്രോസസ്. അവൻ പുതിയ നിയമം പഴയതിനെ മാറ്റി. പഴയതിന് ഇതിന് രക്ഷ തരാൻ പ്രാപ്തിയായിരുന്നെങ്കിൽ അത് വെച്ചേനെയും, പൗരോഹിത്യം വെച്ചേനെയും, പഴയ ആചാരങ്ങൾ വെച്ചേനെയും. അതിനെ മാറ്റിയിട്ട് പുതിയ നിയമം ദൈവം തന്നു. അത് എബ്രായ ലേഖനം വായിച്ചാൽ പഠിക്കാൻ പറ്റുള്ളൂ. സമയം കിട്ടുമ്പോൾ വായിച്ച് പഠിച്ചാൽ മതി, സമയമില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു എന്റെ വഴികളെ അവർ അറിഞ്ഞിട്ടില്ല. അത് അവരുടെ ബുദ്ധിയിലോടുക, അവരുടെ ചിന്തയിലോടുക. അല്പം എന്നെ ഹീൽ ചെയ്യാൻ നോട്ട് ഹീലിംഗ് themselves. അതുകൊണ്ട് ദൈവം പറയാ ക്രോധത്തിൽ ഈസ് പ്രോമിസിംഗ് they shall never enter my rest. ബൈബിൾ വായിക്കുമ്പോൾ മോശ ലീഡ് ചെയ്യാൻ തുടങ്ങിയ മോശ അവിടെ എത്തിയില്ല. അവിടെ ഞങ്ങൾ ഇന്നലെ വായിച്ചു കേട്ടു. ഉപവാസ പ്രാർത്ഥന ഫിലിപ്പോസ് ഉണ്ടായിരുന്നു. അവിടെ ദൈവം പറയുക അതെന്റെ കാരണം ഹാർഡ് ഹാർട്ട് വരുമ്പോൾ വിശ്വാസം പോകും. ദൈവം പറഞ്ഞു ഈ കലഹകലാം പ്രശ്നം വന്നപ്പോ മോശ പോയി നടുപാട് കൊണ്ട് കരയുമ്പോൾ ദൈവം പറയുക പീപ്പിൾ വിളിച്ചിട്ട് അമേശ്വരം ആ പാറമേല് ഞാനുണ്ട് അവിടെ നിൽക്കും. നീ ജസ്റ്റ് കമാൻഡ് വെള്ളം പുറപ്പെടും. നീ കൽപ്പിച്ചാ മതി. ഇനി അടിക്കുന്നു, നീ കൽപ്പിച്ചാ മതി. നീ ഇവിടെ ഡു നത്തിങ്. ഇത് കേട്ടിട്ടാ ചെയ്തു. ജനങ്ങളെല്ലാം കൂട്ടി വരുത്തി. അഹരോനുമെല്ലാം അവിടെ വന്നു, വടിയെടുത്തോണ്ടാ വന്നത്. എന്നിട്ട് പുള്ളി അങ്ങ് കോപത്തോടങ്ങ് ദേഷ്യപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണമോ എന്ന് ചോദിച്ചോണ്ട് പാറ അടിക്കും. അതെന്താന്ന് ഞാൻ ചിന്തി. ഇത് രാത്രി എന്തിനായി പുള്ളി അടിച്ചേ? നിങ്ങൾ പറഞ്ഞല്ലേ കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. പുള്ളി ചിന്തിച്ചോ നീ അടിച്ചാലേ വരത്തുള്ളൂ ചിന്തിച്ചോണ്ടാണോ? എനിക്കറിയത്തില്ല. എന്നിട്ട് അതിനുശേഷം ബൈബിള് പറയുന്ന അടി 2 അടി കൊടുത്ത് വെള്ളം ഒഴുകി. വെള്ളം സ്റ്റോപ്പ് ചെയ്തില്ല. ദൈവം ഫെയ്ത്ത്ഫുൾ. പക്ഷേ ദൈവം പിന്നെ പറഞ്ഞു അഹരോനോടും മോശയോടും നിങ്ങൾ എന്നെ ബിലീവ് ചെയ്യാനുണ്ട്. നിങ്ങൾ ജനത്തിന് മുമ്പ് എന്നെ ഹോളിയാക്കാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്റെ സ്വസ്ഥതയിൽ എത്തിയത്തില്ല. എത്ര വലിയ ഗാഡ് സർട്ടിഫൈ ചെയ്തത് മോസസ്. എത്ര വലിയ ലീഡറാണെങ്കിലും എത്ര വലിയ പാസ്റ്ററാണെങ്കിലും ദൈവം സർട്ടിഫൈ ചെയ്ത പാസ്റ്ററാണെങ്കിലും ദൈവവചനം ശ്രദ്ധയോടെ കേട്ടില്ലെങ്കിൽ അവൻ പറഞ്ഞത് ചെയ്താൽ അത് സ്വന്തം ബുദ്ധിയിൽ ഊന്നി നീ ചെയ്താൽ ഇറ്റേണിറ്റി നഷ്ടപ്പെടും. അതിനെ അനുവദിക്കുന്ന ഹാർഡിന്റെ ദേഷ്യം, കോപം, ഈർഷ്യ, പക ഇതെല്ലാം കൂടെ വരുന്ന ഈ കഠിന ഹൃദയം വരുമ്പോഴാണ്
ഇന്ന് പകൽക്കാലം സകല കഠിനതകൾ നമുക്ക് പോട്ടെ. 51-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. അതിന്റെ അവൻ സ്തോത്രം ചെയ്യുന്നു 8-ാമത്തെ വാക്യം മുതൽ. അതുകൊണ്ട് ദൈവം പറയുക, അവൻ സ്തോത്രം, എന്റെ ജനമേ കേൾക്കാം, എന്റെ ജനമേ കേൾക്കാം, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. ഒന്ന്, അന്യ ദൈവം നിനക്ക് എന്താകരുത്, ഉണ്ടാകരുത്. ദൈവമറിയാതെ ദൈവവചനമല്ലാതെ ഒരു ദൈവവും നിന്നിലേക്ക് വരില്ല. അത് പാരമ്പര്യമാണേലും, നീ പോകുന്ന ഹോളാണേലും, നീ പോകുന്ന ചിലതൊക്കെ IPC, ഇതൊക്കെ അവരുടെ ദൈവം. അങ്ങനല്ല, അതെല്ലാം സംഘടനകളാണ്. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അവൻ അടുത്ത് പറയുക, അവൻ സ്വന്തം ചെയ്യുന്നു, യാതൊരു അന്യ ദൈവത്തെയും നമസ്കരിക്കരുത്. ഒരൊറ്റ ബിംബത്തിന്റെയും രൂപത്തിന്റെയും മുമ്പിൽ പോയി വണങ്ങുകയോ ഒന്നും ചെയ്യരുത്. അടുത്ത് പറയുന്നു, മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയാ ഞാൻ നിന്റെ ദൈവം ആകുന്നു. നിന്റെ വായ എന്ത് ചെയ്യ, നീ എഴുന്നേൽക്ക്, ദൈവസഭ എഴുന്നേറ്റ് വാ തുറക്ക്, ഞാൻ നിന്റെ വായ എന്ത് ചെയ്യാം, നിറയ്ക്കാം. അവൻ സ്വന്തം ചെയ്യും. അടുത്തത്, എന്നാൽ എന്റെ ജനം എന്ത് ചെയ്തില്ല, പലവട്ടം പറഞ്ഞിട്ടും അവർ എഴുന്നേൽക്കുകയോ ധരങ്ങളെ തുറക്കുകയോ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ എന്തിനേൽപ്പിച്ചു, കഠിന ഹൃദയത്തിന് ഏൽപ്പിച്ചു. കഠിന ഹൃദയം വരുമ്പോൾ നിന്റെ സ്വന്തം ആലോചനയിൽ പോകും. ദൈവത്തോട് നീ സംസാരിക്കത്തില്ല, ദൈവത്തോട് ആലോചന ചോദിക്കത്തില്ല. അടുത്ത ദൈവം കരയുക, അയ്യോ എന്ന് പറഞ്ഞു. പണ്ട് അപ്പച്ചന് പറയാം, അയ്യോ എന്ന് പറയലെന്ന് പറഞ്ഞു അപ്പച്ചമാരൊക്കെ. അയ്യോ എന്ന് പറഞ്ഞു ദൈവം കരയുന്ന കണ്ണ്. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്യും. Oh, that my people would hearken to me. That Israel would walk in my ways. എന്തിനാ? ദൈവത്തിന് ഇതിലെ കഷ്ടം കാണാൻ ഇഷ്ടമല്ല. ദൈവം സ്വസ്ഥതയില്ലാതെ അലയുന്നത് കാണാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഇവൻ ദുഷ്ടന്റെ മരണത്തിൽ പോലും ദൈവത്തിന് ഇഷ്ടമല്ല. അവർ ദൈവത്തിന്റെ വഴികളെ അറിഞ്ഞ് അനുഗ്രഹം പ്രാപിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികൾ നടക്കുകയും ചെയ്തപ്പോഴായിരുന്നു. എന്ത് ചെയ്തേനെ എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ഇന്ന് നിന്റെ എരിമി നിന്റെ മേൽ ഉയർന്നിരിക്കുക. നീ അവന്റെ വഴികളെ അറിഞ്ഞ് നടന്നാൽ ശത്രുക്കളെ ദൈവം കീഴടക്കും. അവരുടെ വൈരികളുടെ നേരെ എന്റെ കയ്യ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അതിന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടില്ല. ഞങ്ങൾ ഇന്നലെ ഒരു പ്രത്യാശയുടെ വചനം ദൈവം തന്ന ഈ വർഷത്തിന് ആരംഭത്തിൽ കർത്താവ് പറഞ്ഞു, വിഷമിക്കേണ്ട, ഇസ്രായേലോട് പറയാ, നിങ്ങളുടെ നിമിത്തമല്ല ഇസ്രായേൽ, എന്റെ നിമിത്തം ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് മാംസമായ ഹൃദയം തരും. ഓഹോ, കർത്താവ് ചെയ്യാൻ പോവുകയാണ്. God will help us. നമ്മുടെ കരുണയുള്ള ദൈവം നമ്മെ കൈവിടുന്നില്ല, വലിച്ചെറിയുന്നില്ല. കഠിനമായുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് മാംസമായ ഹൃദയം തന്നിട്ട് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഹൃദയം ഈ ടൈമില്ല. അവൻ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു എസെക്കിയേൽ ചാപ്റ്റർ 36. അവൻ സ്വന്തം ചെയ്യുന്നു. അതിന്റെ 6 മറ്റോ തോന്നുന്നു, 26 വേഴ്സ് മുതലാന്ന് തോന്നുന്നു. അവൻ സ്വന്തം ചെയ്യുന്നു. ഒന്നെടുത്തൊന്ന് വായിക്കാമോ? എസെക്കിയേൽ 36:26 മുതൽ ഒന്ന് വായിച്ചേ. ദൈവം പറയാ, വിഷമിക്കണം, എനിക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷെ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. അടുത്തത്, പുതിയൊരു സ്പിരിറ്റ് നിങ്ങളിലാക്കും. അടുത്തത്, കല്ലായിട്ടുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോവാ സഭയെ. എന്തിനാ പറയുക, മടക്കി വരുത്തി സ്വസ്ഥതയിൽ എത്തിക്കാൻ ദൈവത്തിന് പുതിയ. അടുത്ത വാക്യം, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ വേസിൽ നടക്കുമാറാക്കും. അടുത്തത്, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. മതി ഇത് പകൽക്കാലം കഥ പറയാ. എന്റെ ആദ്യം പറയുമ്പോ അത് പറയാ, നിങ്ങളുടെ നിമിത്തമല്ല ഇസ്രായേൽ, എന്റെ നിമിത്തം വിളിച്ച ദൈവം വിശ്വസം. നമുക്ക് എഴുന്നേറ്റൊരു ഗാനം പാടി പ്രാർത്ഥിച്ചു.